നമ്മളെ ME കൺവീനറെ ക്ഷണിക്കുകയാണ്. ശ്രീ ഫുഡ് ഫെസ്റ്റിൻ്റെ 3-ാം ദിവസമായ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി നമുക്കൊരു പ്രാർത്ഥന, അതോടുകൂടി നമ്മൾ ഇന്നത്തെ ദിവസം ആരംഭിക്കാം. പ്രാർത്ഥന ചെയ്യുന്നതിന് വേണ്ടി റഹീലെ ക്ഷണിച്ചു. ആനന്ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിൽ ഏകാധിപനേ, നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമർത്തിപ്പതും തിരുമുമ്പിൽ നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ. നിന്നനുഗ്രഹപാത്രമായോ തന്മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗഭ്രഷ്ടൻ വഴിയിലുമല്ല. ആനന്ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ. ഡ്രസ് ചെയ്ത് വരുന്നവരെ നമുക്ക് ചെറിയൊരു സെമിനാർ, അതായത് നമ്മൾ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ തന്നെ പറയും സംരംഭങ്ങൾ വിജയിപ്പിക്കുക, സംരംഭങ്ങൾ തുടങ്ങുക, സംരംഭങ്ങൾ വിജയിപ്പിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മളെ CDSകളിൽ ഇത് 6 പഞ്ചായത്തുകൾ കൂടി വണ്ടൂർ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ 6 CDSകൾ കൂടി നടത്തുന്ന നമ്മളെ ഫുഡ് ഫെസ്റ്റ് 5 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പൊ ഇതിൽ പല CDSകളിലും സംരംഭങ്ങൾ തുടങ്ങി നല്ല രീതിയിൽ വിജയിച്ച സംരംഭകരുണ്ട്. ആ സംരംഭകരുടെ അനുഭവങ്ങൾ ഇനി സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ളവർക്കും തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്കും അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ നല്ല രീതിയിൽ സംരംഭം തുടങ്ങി വിജയിച്ച ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ കുറച്ചു നേരം നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കും. നിങ്ങൾക്ക് അവരോട് സംശയങ്ങൾ ചോദിക്കാം, തിരിച്ച് അവർ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരും. ആ രീതിയിൽ ചെറിയൊരു സെഷൻ നമുക്ക് ഇതിന്റെ മുന്നേ ഉണ്ട്. അത് കഴിയുന്നതോടുകൂടി നമുക്കൊരു കുക്കറി ഷോ, ഇന്ന് വ്യത്യസ്ത ഇലകളെ കൊണ്ടുള്ള 5 ദിവസം 5 വിഭവങ്ങൾ, 5 സാധനങ്ങളെ കൊണ്ടുള്ള വിഭവങ്ങൾ ഒരു പ്രദർശനമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മിഞ്ഞാന്ന് ഒരു വിഭവം ഉണ്ടായിരുന്നു, ഇന്നലെ പായസമായിരുന്നു, ഇന്ന് ഇല കൊണ്ടുള്ള വിഭവങ്ങളാണ് 6 CDSകളിൽ നിന്നുള്ള അയൽക്കൂട്ട അംഗങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. നമ്മളെ ഈ സെമിനാറിന് ശേഷം അത് ചെറിയൊരു പരിപാടി ഉണ്ടാവും. അതിനുശേഷം നമ്മൾ കലാപരിപാടികൾ ആരംഭിക്കും. എല്ലാവരും, നമ്മളെയൊക്കെ പോരൂരത്തെ മാത്രം ആൾക്കാരായിരിക്കില്ല, മറ്റ് CDSകളിലെ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ എത്തിയ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മള് ഓരോ CDSലെ റഹീല ബ്യൂട്ടി പാർലർ നടത്തി നല്ല രീതിയിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന, ലോൺ എടുത്ത് ബ്യൂട്ടി പാർലർ നടത്തി നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോണ ഒരു സംരംഭകയാണ് റഹീല. റഹീലന്റെ അനുഭവങ്ങൾ പങ്കുവെക്കും. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ, അത് ആരംഭിച്ചത് എങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് റഹീലനോട് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് റഹീലനെ ഞാൻ ഇതിനു വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കും. എൻ്റെ പേര് റഹീല, പോരൂർ CDSലെ 14 വാർഡിലാണ് വീട്. ഞാൻ ആദ്യമായിട്ട് ഒരു 2009 കാലഘട്ടത്തിൽ പ്രൈവറ്റായിട്ടൊരു ബ്യൂട്ടി പാർലർ കോഴ്സ് പഠിക്കാൻ വേണ്ടി കോഴിക്കോട് പോവുകയും അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത രീതിയിൽ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നീട് 2019 കുടുംബശ്രീയിൽ അംഗമാവുകയും
അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഈ ബ്യൂട്ടി പാർലറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകളൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുടുംബശ്രീയിൽ വന്നതിന് ശേഷം കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സർവേകളും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ കുറേ കൂടി ആൾക്കാരായിട്ട് മിങ്കിങ് ആവാൻ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് കോൺഫിഡൻ്റ് ഉണ്ടായി. ഇത് ഷോപ്പാക്കി മാറ്റിയാൽ കസ്റ്റമർ ഉണ്ടാവും എന്നുള്ളൊരു ആ ഒരു ധാരണയിലെത്തി. അതിന് ശേഷം കുടുംബശ്രീയുടെ തന്നെ പദ്ധതിയിലൂടെ തന്നെ ഞാൻ നമ്മുടെ വണ്ടൂര് സുബ്രാവ് പൈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബ്യൂട്ടി പാർലർ മാനേജ്മെൻറ്റ് കോഴ്സ് 1 മാസത്തെ കോഴ്സായിരുന്നു. അത് പഠിച്ച് പിന്നീട് 6 മാസത്തോളം വാണിയമ്പലം ഒരു ഷോപ്പിൽ ട്രെയിനിങ്ങിന് പോവുകയും പിന്നീട് 1-2 ഷോപ്പിൽ വർക്ക് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഒരു CDS നിന്നുള്ള ഒരു ഞങ്ങളുടെ CDS ചെയർപേഴ്സൻ്റെ ഒരു പിന്തുണ കൊണ്ട് തന്നെ ഒരു ഷോപ്പാക്കി മാറ്റാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും വണ്ടൂർ ബ്ലോക്കിലെ വ്യവസായ ഓഫീസറുടെ സഹായത്തോടു കൂടി PMEGP എന്ന് പറഞ്ഞിട്ടുള്ള സംരംഭക ലോൺ എടുത്ത് ചെറുകോട് അങ്ങാടിയിൽ തന്നെ ഒരു ഷോപ്പ് കഴിഞ്ഞ ഒക്ടോബർ 7-ന് ആരംഭിക്കുകയും ചെയ്തു. ഇന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കിപ്പോൾ അതിൽ നിന്നും പ്രോഫിറ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും കടമില്ലാത്ത രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഫുഡ് കൗണ്ടറിന്റെ തൊട്ടടുത്ത് നിന്നും ആളുകൾ സൈഡിലേക്ക് മാറി നിൽക്കേണ്ടതാണ്. അത് നമ്മുടെ മറ്റുള്ള ആളുകൾക്ക് ഫുഡ് വാങ്ങുന്നതിനുള്ള തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തിരിച്ചു ഇറക്കിയതിനു ശേഷം തിരിച്ചു പോവുക. കാരണം